ത്യാഗവും സ്നേഹവും ഉള്ളിടത്തെ നന്മയുണ്ടാവും. നന്മയുള്ളിടത്തെ ജീവിതം പൂവണിയും. എത്ര നല്ല വരികളില്ലേ അത് കറക്റ്റ്. ഇത് നമ്മളിപ്പോൾ ഇങ്ങനെ ഓർക്കും, ഇങ്ങനെയൊക്കെ വേർഡ്സൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഓർക്കും ഇതൊക്കെ എവിടെയോ ടച്ചാണ്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പറയാം, ത്യാഗം, ഒന്ന് വേണ്ടാന്ന് വയ്ക്കുക, ത്യജിക്കുക എന്നുള്ളത്, മറ്റാർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലുമൊക്കെ ത്യജിക്കുന്നത്. പിന്നെ സ്നേഹം, മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവർ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നതൊരു സ്നേഹമാണ് അല്ലേ. ഇഷ്ടപ്പെട്ട ആഹാരം കൊടുക്കുക, ഇഷ്ടപ്പെട്ട വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുക, പുറത്തേക്ക് കൊണ്ടു അവർക്കിഷ്ടമുള്ള കാര്യങ്ങളെല്ലാം അവരുള്ള ആ സ്നേഹം കാണിക്കുന്നത് നമ്മൾ അങ്ങനെയാണ്. നമ്മുടെ ഉള്ളിലുള്ള ആ സ്നേഹം എന്താണെന്ന് കാണിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴായിരിക്കും അവർക്ക് എന്നോട് ഇത്ര സ്നേഹമുണ്ടോ അല്ലേ. ഒന്ന് വയ്യാതെ കിടക്കുമ്പോൾ നോക്കുന്നത്, പരിചരിക്കുന്നത്, ഇതെല്ലാം സ്നേഹത്തിൻ്റെ ഭാഗമാണല്ലേ. അങ്ങനെയുള്ള ത്യാഗവും സ്നേഹവും ഉള്ളിടത്ത് മാത്രമേ നന്മയുണ്ടാവൂ, നല്ല കാര്യങ്ങളുണ്ടാവും. നല്ല പ്രവർത്തികളിലൂടെ നന്മ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എന്തിനും ത്യജിക്കും, മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിക്കുക, അല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ചിട്ട് നല്ലതിനെ നേടുന്നു. അങ്ങനെ ത്യാഗവും സ്നേഹവും എവിടെയുണ്ടോ അവിടെ എന്താവും? നന്മയായിരിക്കും ഉണ്ടാവുക. നന്മ ഉള്ളിടത്ത് മാത്രമേ ജീവിതം പൂവണി. നല്ല കാര്യങ്ങൾ നടക്കണം ജീവിതത്തിൽ അല്ലേ. ജീവിതമെന്ന് പറയുന്നത് ഒരു നിസ്സാരമായ കാര്യമല്ല. ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മളെ ഈ കവികൾ പറയുന്നു അനന്തമാണ്. എപ്പോൾ നമ്മളുടെ ജീവിതം അവസാനിക്കുമെന്നതിനെക്കുറിച്ച് നമുക്കൊരു ധാരണയുമില്ല. അടുത്ത നിമിഷം നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ച് നമുക്കൊരു ധാരണയുമില്ല. പക്ഷെ നമ്മൾ ജീവിക്കുന്നുണ്ട്. പല പ്രതിസന്ധികൾ നമ്മളുടെ നേരെ വരുന്നുണ്ട്. അതിനെയെല്ലാം നമ്മൾ അതിജീവിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ചിലർക്ക് അതിന് കഴിയാതെ വരുമ്പോൾ എന്ത് ചെയ്യും? എനിക്കിങ്ങനെ ഈ ജീവിതം വേണ്ട എന്ന് കരുതി പാതി വഴിയിൽ എല്ലാവരും അല്ല, കുറേ ആളുകൾ ആ ജീവിതം മടുത്ത് തിരിച്ചു പോകുന്നു ആത്മഹത്യയിലൂടെ അല്ലേ. മറ്റു ചിലർ എന്ത് ചെയ്യും? ഇനിയും എത്ര പ്രശ്നങ്ങൾ വന്നാലും ഞാൻ തരണം ചെയ്യും എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അതിന് താങ്ങും തണലുമായിട്ട് പലരും നമുക്കൊപ്പം നിൽക്കുന്നു. ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്കായി പോകുന്നുണ്ട്. എങ്കിലും നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ജീവിതം തിരിച്ചു പിടിക്കാനായിട്ട് ശ്രമിക്കുന്നു. പല വലിയ വീഴ്ചകളും നമുക്ക് ഉണ്ടാവുന്നു. ആ വീഴ്ചയിൽ നിന്നെല്ലാം നമ്മൾ പലപ്പോഴും തനിയെ എഴുന്നേൽക്കുന്നു. നമ്മൾ തനിയെ എഴുന്നേൽക്കുന്ന ആ കഷ്ടപ്പാട് കാണുമ്പോൾ വഴിപോക്കരായ പലരും ആ വഴി വരുന്നവർ നമുക്കൊരു കൈത്താങ്ങ് തരുന്നു. ദാഹം കൊണ്ട് വരണ്ടിരിക്കുന്ന നമുക്ക് അല്പം ജലം തരുന്നു അല്ലേ, ഭക്ഷണം തരുന്നു. ഇതൊക്കെ ഒരു കവിതാരൂപത്തിൽ അല്ലെങ്കിൽ ഒരു സാഹിത്യ രീതിയിൽ ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ടാകുന്നുണ്ട്. തളർന്ന് വീണു പോകുന്നുണ്ട്. അവിടെ നിന്നും നമ്മൾ എഴുന്നേറ്റ് വരുന്നില്ലേ. പല പ്രശ്നങ്ങളും നേരിട്ടുണ്ട്. ഇനി എന്തെന്ന് അറിയാതെ ചിന്തിച്ച് നിൽക്കുന്ന സമയം വരെ ഉണ്ടാകാറുണ്ട്. ജീവിതം അവസാനിപ്പിച്ചേക്കാം എന്ന് കരുതി നിൽക്കുന്ന ഒരുപാട് സന്ദർഭങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യും? വേണ്ട എന്തരുത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എത്ര വലിയ പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ആ ഒറ്റ ഒരു ദിവസത്തെ തരണം ചെയ്യാൻ മാത്രമാണ് നമുക്കൊരു പ്രശ്നമായിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിൽ ഇന്നൊരു പ്രശ്നം ഉണ്ടായി, ഇന്ന് ഈ ഒരു ദിവസം മാറി നാളെ ആയിക്കഴിഞ്ഞാൽ ആ പ്രശ്നത്തിൻ്റെ കാഠിന്യം കുറയും. നമുക്ക് കുറേ സൊല്യൂഷൻസ് കണ്ടെത്താൻ പറ്റും. വികാരങ്ങൾക്ക് അടിമപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല. അതൊരിക്കലും ശാശ്വതമാവില്ല. അത് ശരിക്കും നമ്മുടെ മനസ്സിനെയാണ് ബാധിക്കുക. നമ്മുടെ തീരുമാനങ്ങൾ പലതും തെറ്റായി പോവും. ആ വികാരങ്ങൾക്ക് അടിമപ്പെട്ടെടുക്കുന്ന തീരുമാനങ്ങൾ മൂലം എല്ലാം തെറ്റായ തീരുമാനങ്ങളായിരിക്കും. ഇപ്പം ഒരാൾ ദേഷ്യപ്പെട്ടു, അല്ല അച്ഛനും അമ്മ വഴക്ക് പറഞ്ഞു, ഒന്ന് ഞാൻ ജീവിച്ചിരിക്കണ്ട എന്ന് നമ്മൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു തെറ്റായി പോവും അല്ലേ. പക്ഷേ വഴക്ക് പറയുന്നത് നമ്മുടെ അച്ഛനും അമ്മയാണ്, എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണ് എന്ന് ആ സമയത്ത് നമ്മളോടൊന്ന്
പറയാൻ അല്ലെങ്കിൽ സ്വയം ഒന്ന് ചിന്തിക്കുവാൻ കഴിയുവാണെങ്കിൽ നമുക്ക് ആ ഒരു ആത്മഹത്യ എന്നുള്ള ചിന്ത തോന്നില്ല. അപ്പോൾ പലപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള ഒരു വാക്കുകൾ കേൾക്കാൻ ആഗ്രഹിക്കാറുണ്ട്. പോട്ടെ, ഞാനില്ലേ, വിഷമിക്കണ്ട, ഞാനുണ്ട്, ഇങ്ങനെയൊക്കെ ഉള്ള വാക്കുകൾ പറയാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് തോന്നാറുണ്ട്. ചില സന്ദർഭങ്ങളിൽ നമ്മളോട് അത് പറയാനായിട്ട് പലരും വരും. പക്ഷേ അത് ചിലപ്പോൾ ദുരുദ്ദേശത്തോടു കൂടിയായിരിക്കും, നല്ല ഉദ്ദേശത്തോടു കൂടിയായിരിക്കില്ല. നമ്മളോട് അങ്ങനെ പറഞ്ഞ് നമ്മുടെ ഒപ്പം നിന്നിട്ട് നമ്മളെ ചതിക്കാൻ വേണ്ടിയിട്ടായിരിക്കും പലപ്പോഴും അങ്ങനെയുള്ള ചിലർ വരുന്നത്. അതും നമ്മൾ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കേണ്ട കാര്യങ്ങളാണ്, അല്ലേ? അപ്പോൾ നമ്മൾ ആത്യന്തികമായിട്ട് നമുക്ക് ചിന്തിക്കേണ്ട ഒറ്റ കാര്യം, വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ഞാൻ ഒരിക്കലും ഒരു തീരുമാനം എടുക്കില്ല എന്ന് നമുക്ക് തീരുമാനിക്കാം. നമ്മളെ വഴക്ക് പറഞ്ഞു, ചീത്ത പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ മാത്രം ഒരു തീരുമാനം എടുക്കരുത്. എന്ത് തീരുമാനവും നന്നായിട്ട് ആലോചിച്ചെടുക്കണം. ഒരുപാട് ദിവസങ്ങൾ ആലോചിക്കേണ്ടതാണെങ്കിൽ അങ്ങനെ ആലോചിക്കുക. എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തിൽ നിന്ന് മാറാനും പാടില്ല. നമ്മൾ തീരുമാനം എടുത്ത് അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചു എന്ന് വിചാരിക്കുക, പിന്നെ ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകരുത്. അതൊരു വലിയ കാര്യമാണ്. പിന്നെ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ ഇത് മാത്രമാണ്, മറ്റൊരാളുടെ പ്രശ്നമല്ല. അപ്പോൾ അവർ ചിന്തിക്കുന്നവർ മറ്റൊരാളുടെ ചിന്തകളും അതുപോലെ ആയിരിക്കും. നമ്മളത്രയധികം ചിന്തിക്കണമെന്നില്ല. അവരുടെ തീരുമാനങ്ങൾ നമ്മളിങ്ങനെ അഭിപ്രായം ചോദിച്ചാൽ അവരുടെ അഭിപ്രായം എന്താണ്? വെറും അഭിപ്രായങ്ങൾ മാത്രമായിരിക്കും. തീരുമാനം എപ്പോഴും നമ്മളുടേതായിരിക്കണം. എന്ത് പ്രശ്നവും നമ്മളെ നേരിടുന്ന ആ ഒരു സമയത്ത് തരുന്ന ആ പ്രഷർ, അത്രയും പ്രഷർ പിന്നീട് അങ്ങോട്ടുണ്ടാവില്ല. പിന്നെ ആ പ്രഷർ കുറഞ്ഞു വരും. അപ്പം നമ്മളെപ്പോഴും എന്ത് തീരുമാനവും എടുക്കുമ്പോഴും വളരെയധികം ആലോചിച്ച് നോക്കിയും കണ്ടും വേണം. കാരണം തീരുമാനം എടുത്തിട്ട് പിന്നീട് അത് അബദ്ധമായി പോയല്ലോ എന്ന് ചിന്തിക്കാൻ പാടില്ല. ശരിയല്ലേ? അപ്പോൾ എല്ലായിടത്തും ത്യാഗവും സ്നേഹവും ഉണ്ടാവട്ടെ. അങ്ങനെ ത്യാഗവും സ്നേഹവും ഉള്ളിടത്ത് നന്മയുണ്ടാവട്ടെ. അങ്ങനെ നന്മയിലൂടെ ജീവിതം പൂവണിയട്ടെ. തിന്മയല്ല, നന്മയാണ് എപ്പോഴും വിജയിക്കുക. നല്ലത് ചെയ്താൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെ ആ നന്മ ഈശ്വരനെ മനസ്സിലാവാതിരിക്കില്ല. നിങ്ങൾക്കതിൻ്റെ ഒരു ഫലം ഈശ്വരൻ തന്നിരിക്കും. ശരിയല്ലേ?